വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം 3-ാം സർഗത്തിലെ 17-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കുന്നത്. ഈ 17-ാമത്തെ ശ്ലോകം മഞ്ജുഭാഷിണി എന്ന വൃത്തത്തിലാണ്. അരുണാധരാമൃതവിശേഷിതസ്മിതം വരുണാലയാനുഗതവർണവൈഭവം തരുണാരവിന്ദദളദീർഘലോചനം കരുണാമയം കമപി ബാലമാശ്രയേ. അരുണാധരത്തിൽ വിടരുന്ന പുഞ്ചിരി കടലിൻ്റെ നീലനിറശോഭവൈഭവം അതിദീർഘമായ അരവിന്ദലോചനം കരുണാനിധിദാന ശിശു നൽകുമാശ്രയം. തുടുതുടുന്നുള്ള ചുണ്ടത്തെ അമൃതുപുരണ്ട പുഞ്ചിരിയോടു കൂടിയവനും അതുപോലെ സമുദ്രത്തെ പോലെ മികച്ച കറുപ്പ് നിറമുള്ളവൻ. സമുദ്രത്തിന് കറുപ്പ് നീല എല്ലാം കൂടി കലർന്ന ഒരു കളറാണ് അല്ലേ. ഭഗവാനും അതേ കളറാണ്, അതേ നിറമാണ് എന്നാണ് ദേഹത്തിന്. ആ നിറം സമുദ്രത്തിൻ്റെ നിറമാണെന്നാണ് പറയണത്. അതുപോലെ തരുണാരവിന്ദദള ദീർഘലോചനം വിടർന്ന വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ഇതൾ പോലെ നീണ്ട കണ്ണുകളുള്ളവനും കാരുണ്യനിധിയും അവർണ്ണനീയനും ഒക്കെയായ ആ ഉണ്ണിയെ, ആ ബാല്യം വിടാത്ത ബാലനായ ആ ഉണ്ണിയെ, ബാലകൃഷ്ണനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം ഇന്ദ്രവജ്രാവൃത്തത്തിലാണ്. ലാവണ്യവീജീരചിതാംഗഭൂഷം ഭൂഷാപദാരോപിത പുണ്യബർഹാം കാരുണ്യധാരാളകടാക്ഷമാലാം ബാലാം ഭജേ വല്ലഭവംശലക്ഷ്മീം. സൗന്ദര്യപൂരം നിറശോഭചാർത്തി ഭംഗ്യാമയിൽ പീലികൾ ഭൂഷയാക്കി കാരുണ്യമാർന്നുള്ള കടാക്ഷമേകുമൈശ്വര്യമാം ഗോപനെ ഞാൻ ഭജിപ്പൂ. ലാവണ്യവീജീരചിതാംഗഭൂഷാം ഓമനത്തം തുളുമ്പുന്ന മെയ്യ് ദേഹം, ഓമനത്തം തുളുമ്പുന്ന ദേഹത്തോടു കൂടിയവനും അതുപോലെ മുടിയിൽ അലങ്കാരമായിട്ട് മയിൽപ്പീലി ചാർത്തിയവനും കാരുണ്യധാരാള കടാക്ഷമാലാം എന്നാണ്. ദയ, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നോട്ടത്തോടു കൂടിയവൻ. കടാക്ഷമാല എന്നാണ്. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷങ്ങൾ പൊഴിക്കുന്നവനും. പിന്നെ ബാല്യം വിടാത്ത ആ ഗോപവംശ സമ്പത്തിനെ വല്ലഭവംശലക്ഷ്മീം എന്നാണ്. ഗോപവംശത്തിലെ സമ്പത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ആ ഗോപവംശ സമ്പത്തായ ശ്രീകൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു. ഓരോ ശ്ലോകത്തിലും ഭഗവാനെ ഭജിക്കുകയാണ് വില്വമംഗലം. ഓരോ ശ്ലോകത്തിലും അത് എങ്ങനെയൊക്കെയാണ് എന്നേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. എങ്ങനെയൊക്കെയാണ് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ആണ് നമ്മൾ നോക്കണത്. 17 ഇനി അടുത്തത് 19-ാമത്തെ ശ്ലോകം. മധുരൈകരസം വപുർവിഭോർ മധുരാവീഥിചരം ഭജാമ്യഹം നഗരീ മൃഗശാബലോചനാ നയനേന്ദീവരവർഷഹർഷിതം. ഇത് വിയോഗിനി എന്ന അർത്ഥത്തിലാണ്. വ്രജസുന്ദരിമാർസ കൗതുകം നയനത്താലഭിഷേകമേകിടും മധുരാപുരി വീഥിയിൽ സദാ വിലസും ഗോപനെ ഞാൻ ഭജിച്ചിടും. സർവവ്യാപിയായ ഭഗവാൻ സർവവ്യാപിയാണ്, വിഭുവാണ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. വിഭോ മധുരൈകരസം വപുർവിഭോർ. സർവവ്യാപിയായ ഭഗവാന്റെ മധുരാപുരിയിലെ വീഥികളിൽ കൂടി സഞ്ചരിക്കുന്നതായ ആ മധുരാപുരിയിലെ വീഥികളിൽ കൂടി സഞ്ചരിക്കുന്ന എപ്പോഴാണ്? കംസവധത്തിൻ്റെ സമയത്ത്
ഭഗവാൻ ആ മധുരാപുരി വീഥികളിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നാഗരിക സുന്ദരിമാർ എങ്ങനെയാണ് നോക്കിയതെന്നോ, അവിടുത്തെ നഗരസുന്ദരിമാർ, ആ മധുരാ നഗരത്തിലെ സുന്ദരിമാരായ മാൻകണ്ണികൾ, അവരുടെ ആ മാൻകണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങളാകുന്ന താമരദളങ്ങളേറ്റ് പുളകം കൊള്ളുന്നവനും എന്ന്. ആദ്യം വൃന്ദാവനത്തിലെ ഇടയപ്പെണ്ണുങ്ങളുടെ ഇത് ആ സ്നേഹം കൊണ്ട് അതൊക്കെ അനുഭവിച്ച് ഇവിടെ വന്നപ്പോൾ നാഗരിക സുന്ദരിമാരാണ്. അവർക്കും ഭഗവാനെ അങ്ങോട്ട് കണ്ടിട്ട് മതിയാവണില്ല. അപ്പോൾ ആ നാഗരിക സുന്ദരിമാരുടെ സുന്ദരമായ കണ്ണുകൾ കൊണ്ട്, അതായത് മാൻകണ്ണുകൾ കൊണ്ട്, നയനേന്ദീവരവർഷഹർഷിതം, അവരുടെ ആ മാൻകണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങളാകുന്ന താമരദളമേറ്റ് പുളകം കൊള്ളുന്നതും എന്ന്. അങ്ങനെ ഒക്കെയുള്ള ഭഗവാന്റെ മാധുര്യം മാത്രം രസമായിട്ടുള്ള ആ സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു. ധനുരാഗത്തിന് എന്ന് നുണ പറഞ്ഞിട്ട് കംസൻ വരുത്തിച്ചു ഭഗവാനെയും ബലരാമനെയും ഇങ്ങോട്ട് മധുരയിലേക്ക് അല്ലേ. അപ്പോൾ ആ ഭഗവാനും ഏട്ടനും അനിയനും കൂടി മധുരാപുരിയിൽ പ്രവേശിക്കുന്ന സമയത്ത് രണ്ട് വീഥികളിലും മധുരാവീഥിയുടെ രണ്ട് വശങ്ങളിലും ആളുകൾ കാണാൻ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ നാഗരിക സുന്ദരിമാരുടെ നോട്ടത്തെ ഭാവന നോക്കൂ, വില്വമംഗലത്തിൻ്റെ എന്ത് ഭംഗിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇതിൽ. 20ാമത്തെ ശ്ലോകം. പര്യാകുലേന നയനാന്തവിജൃംഭിതേന വക്ത്രേണ കോമളമൃദുസ്മിത വിഭ്രമേണ മന്ദേന മഞ്ജുളതരേണ ച ജൽപിതേന നന്ദസ്യ ഹന്തതനയോ ഹൃദയം ധുനോതി. ആലോലമായ നയനാഭവിളങ്ങുമാറാ മന്ദസ്മിതം വിലസുമാനന ഭംഗിയോടെ നന്ദാത്മജൻ്റെ മൃദുമഞ്ജുളമായ കൊഞ്ചൽ തഞ്ചത്തിലെൻ്റെ ഹൃദയത്തെ ഇളക്കിടുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വൃത്തം ഏതാണെന്ന് അല്ലേ. വസന്തതിലകം എന്ന അർത്ഥമാണ്. ചഞ്ചലമായ കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട്, ചഞ്ചലമായ കടക്കൺ നോട്ടം കൊണ്ടും അതുപോലെ ഇളം പുഞ്ചിരി ഒഴുകുന്നതും കോമളവും മാദകവും ഒക്കെയായ മന്ദസ്മിതത്തോടു കൂടിയ മുഖകമലം കൊണ്ടും അതുപോലെ അതിമനോഹരമായ പതുക്കെയുള്ള സാവധാനമുള്ള സംഭാഷണം കൊണ്ടും, ഇതൊക്കെയാണ് ഭഗവാന്റെ വിശേഷണം, ഗുണങ്ങൾ പറയുകയാണ്. ഭഗവാന്റെ നോട്ടം, ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ സംഭാഷണം, ഇതെല്ലാം അതിമനോഹരമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ നന്ദൻ്റെ പുത്രൻ എൻ്റെ മനസ്സിളക്കുന്നു, എൻ്റെ ഹൃദയത്തെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. കൃഷ്ണൻ്റെ നോട്ടവും മന്ദഹാസവും സംഭാഷണവും എല്ലാം ആരെയും സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് ചുരുക്കം. ഒരു ശ്ലോകം കൂടി നോക്കാം. കന്ദർപ്പകണ്ഡൂലകടാക്ഷവീജീരിന്ദീവരാക്ഷീരഭിലക്ഷമാണാൻ മന്ദസ്മിതാധാരമുഖാരവിന്ദാൻ വന്ദാമഹേ വല്ലവധൂർത്തപാദാൻ. കാമാർത്തമാം കണ്ണുകളാലെ ദേഹം ബന്ധിച്ചിടും ഗോപികമാരെ നോക്കി മന്ദസ്മിതം തൂകിടുമാ മുഖാബ്ജം സർവസ്വമായി നിവനും നമിപ്പൂ. ഇത് ഇന്ദ്രവജ്ര എന്ന വൃത്തത്തിലാണ്. കാമാവേശം കൊണ്ട് ഉണ്ടാവുന്ന ആ കടാക്ഷങ്ങളുടെ അലകളയക്കുന്ന
ഗോപസുന്ദരിമാരെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഗോപീജന വഞ്ചക പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. ആ ഗോപജന വഞ്ചകൻ ആരാ? ശ്രീകൃഷ്ണൻ. ഗോപീജന വഞ്ചകൻ എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ ഗോപികമാരുടെയും കൂടെ രമിക്കുന്നവനാണ് എന്ന്. ഗോപികമാർ എന്ന് പറയുമ്പോൾ ആരാന്ന് ഇന്നലെ ഞാൻ പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പറഞ്ഞിരുന്നു. ഋഷിമാരാണ് പശുക്കളായി പിറന്നത്. അതുപോലെ ശ്രുതിദേവതമാരെ ആണ് ഈ ഗോപികമാരായിട്ട് ജനിച്ചത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു എന്താ പറയുക, സാധാരണ മനുഷ്യരെ പോലെ അല്ല ഭഗവാന്റെ ആ കേളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും മനുഷ്യരുടെ കാമകേളി അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ അല്ല ഭഗവാന്റെ കേളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഗോപീജനവഞ്ചക പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ ഇങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ വഞ്ചിച്ച് നടക്കുന്നവനാണ് എന്നുള്ള ഒരർത്ഥം ഇല്ല. അതൊരു രസം, ഒരു ഇതായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. എല്ലാ ഗോപികമാരുടെയും കാമുകനായ ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ വന്ദിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.